ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2026-27 അധ്യയന വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് ബി.എഡ് ആരംഭിക്കും. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിലാണ് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോഴ്സുകൾക്ക് അനുമതി നൽകിയതെന്ന് കോളേജ് മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 വർഷം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റും അതിന് കൂടെ ഈ ബി.എഡും കൂടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഇതിൽ കഴിഞ്ഞ വർഷം മുതലാണ് ആദ്യമായി തുടങ്ങിയത്. ഇത് ഇപ്പോൾ നമ്മൾക്ക് ഈ വർഷം കിട്ടിയെങ്കിൽ അടുത്ത കൊല്ലം അഥവാ 2006 ജൂണിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ തുടങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടതുണ്ട്. വേറെ നിലവിലുള്ള കോഴ്സ് തന്നെ 4 വർഷമാക്കി പുതിയ പോളിസി പ്രകാരം. 3 വർഷത്തിന് ഉണ്ടാക്കിയ ക്ലാസ് റൂമായി 4 ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ ക്ലാസ്സിനും അഡീഷണൽ ക്ലാസ് റൂമൊക്കെ ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങി. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒന്ന് ഇതിന് പ്രത്യേകം നിങ്ങളെ പറയാൻ കാരണം ഇതിപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പോയി ഡിഗ്രി ബി.എഡിന് പോകേണ്ട ആൾക്കാരും പോയി ഡിഗ്രിക്ക് ചേരും. പിന്നെ അഡീഷണൽ പിന്നെ അവർക്ക് 2 കൊല്ലം ഗവൺമെൻറ് എടുത്ത് കളിയായിരിക്കും അല്ല. അപ്പോൾ ഇതിൽ വേറൊന്നുള്ളത് ബി.കോമിന് മുമ്പ് ബി.എഡ് ഇല്ല. ബി.കോം പഠിച്ച കുട്ടികൾക്ക് ബി.എഡ് ഇല്ലായിരുന്നു പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മളെ കോളേജ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ A++ വിത്ത് ഗ്രേഡ് ഓഫ് 3.59 എന്നുള്ള അവർ നമുക്ക് കിട്ടിയെന്ന് കഴിഞ്ഞ ഈ വർഷത്തിൽ. അതിന് ശേഷം നമ്മൾ ഓട്ടോണോമസിന് അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് ഓട്ടോണോമസും പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഓട്ടോണോമസ് സ്റ്റാറ്റസും കിട്ടി, ഗ്രേഡും കിട്ടി. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്നൊരു സംഗതി, ഇതുവരെ നമ്മളെ അഡ്മിഷനൊക്കെ ത്രൂ യൂണിവേഴ്സിറ്റി എന്ന് കുട്ടികളൊക്കെ അക്ഷയയിൽ പോകും. അവിടുന്ന് കോളേജ് തീരുമാനിക്കും, പ്രയോറിറ്റി കൊടുക്കും, കോഴ്സ് തീരുമാനിക്കും. ഇനിയിപ്പം മമ്പാട് കോളേജ് പോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ, പ്രത്യേക ആപ്ലിക്കേഷൻ ഫോം തരണം. യൂണിവേഴ്സിറ്റി കൂടെ അല്ല. കുട്ടികളെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യം. കാരണം ഒരു സാധാരണഗതിയിൽ നമ്മൾ ഈ അക്ഷയയിലൊക്കെ പോയി അവർക്കിതൊന്നും അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഐറ്റപ്പ് ഇൻ്റഗ്രേറ്റഡാണ് ആ ടീച്ചിങ് പ്രോഗ്രാം. അപ്പോൾ അതിന് ഈ ഒരു എക്സാമുണ്ട്. ആദ്യൊരു എക്സാം ഈ ഏപ്രിൽ മാസം നടക്കും. ഈ മാസം നോട്ടിഫൈ ചെയ്യും. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ NCT അവർ നോട്ടിഫൈ ചെയ്യുമ്പം ഒരു പരീക്ഷ എഴുതാണ്ട്. ആ പരീക്ഷ എഴുതി ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്, പിന്നെ എക്സാം എഴുതേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലകളിലൊന്നും കുട്ടികൾക്ക് അറിയാതെ പലപ്പോഴും പലവരും ഇങ്ങനെ ടീച്ചിങ് പ്രൊഫഷന് പോകണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഫോക്കസ് ചെയ്ത് പോകണവർക്ക് ഈ ഐറ്റപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ലാഭമാണ് അവർക്ക്. കാരണം എല്ലാവരും ആവശ്യമില്ലാത്തൊന്നും പഠിക്കേണ്ട, ആവശ്യമുള്ള കംപ്ലീറ്റ് കൂടുതൽ ഈ ബി.എഡിനേക്കാൾ നല്ല കരിക്കുലമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾ അറിയിക്കുക, നിങ്ങൾ ത്രൂ അത് നമ്മളെല്ലാവരെയും അറിയിക്കുക. ഇവിടെ അടുത്തൊന്നും പിന്നെ കോളേജിൽ ഉള്ളത് പിന്നെ മജ്ലിസ് വളാഞ്ചേരിക്കകത്ത് കിട്ടിയില്ല. ഒന്ന് നമ്മളെ സാഫി, നമ്മുടെയൊക്കെ വാഴയൂരുള്ള സാഫിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ വളരെ അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ കുട്ടികളെന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ നമ്മൾ എല്ലാ +2 സ്കൂളുകളും നമ്മൾ ലീഫ്ലെറ്റ് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് 150 സീറ്റുണ്ട് ആകെ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ 50% മറ്റേ ഈ മെറിറ്റ്, ബാക്കിയുള്ള 50%ലാണ് ബാക്കിയുള്ള കമ്മ്യൂണിറ്റി മെറിറ്റ്, നമ്മളെ മാനേജ്മെൻറ്റ് ഇതൊക്കെ ഉള്ളത്. +2 പാസ്സായ വിദ്യാർത്ഥിക്ക് 4 വർഷം കൊണ്ട് ബിരുദവും ബി.എഡും ഒന്നിച്ച് കരസ്ഥമാക്കാം. BA B.Ed ഇൻ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, അറബിക്, BSc B.Ed ഇൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്,
ബികോം ബിഎഡ് എന്നീ കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 2026 ജൂണിൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇന്റഗ്രേറ്റഡ് ബിഎഡ് കോഴ്സ് അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ എയ്ഡഡ് സ്ഥാപനമാണ് നിലമ്പൂർ അമൽ കോളേജ്. നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് അധ്യാപകരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ITEP കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാണ് ITEP ആരംഭിച്ചത്. 2025 മുതൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത സ്വകാര്യ കോളേജുകൾക്കും ഈ കോഴ്സ് ആരംഭിക്കാൻ അനുമതി ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച പഠനവും വിദ്യാഭ്യാസ ഗുണനിലവാരവും രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളിലൊന്നാണ് നിലമ്പൂർ അമൽ കോളേജ്. കോളേജുകളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ പരിശോധനയിൽ നിലമ്പൂർ അമൽ കോളേജിന് A++ ആണ് ലഭിച്ചത്. എയ്ഡഡ് മേഖലയിൽ 8 ബിരുദ കോഴ്സുകളിലും 1 ബിരുദാനന്തര കോഴ്സിലും, സ്വാശ്രയ വിഭാഗത്തിൽ 3 ബിവോ കോഴ്സുകളിലും, ഇംഗ്ലീഷ് ഗവേഷണ വിഭാഗത്തിലുമടക്കം 1800-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് ചെയർമാനും PV അലി മുബാറക്ക് മാനേജറുമായ അമൽ കോളേജ് നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപക നിര തന്നെ അമൽ കോളേജിലുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അമൽ കോളേജ് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ T ഷമീർ ബാബു, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ N ഷിഹാബുദ്ദീൻ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ PM അബ്ദുൽ സാക്കിർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി, അധ്യാപകരായ ഡോക്ടർ C ഷിഹാബുദ്ദീൻ, ഡോക്ടർ VK ഹഫീസ്, ഡോക്ടർ നൌഫിക് ചെരുപ്പുറത്ത്, S അനുജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.